ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ അന്യപുരുഷന്റെ മുമ്പിൽ അവൾ മുഴുവനും മറയേണ്ടവളാണ്. അവളുടെ മുഖം അത് തന്നെയും മറക്കുന്നതാണ് അവൾക്ക് ഉത്തമം എന്നുള്ളത് നമ്മൾ ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ട്. ആ നിലക്ക് ലൂസുള്ള വസ്ത്രം കൊണ്ട് എല്ലാ അർത്ഥത്തിലും പരിപൂർണമായ പർദ്ദ സ്വീകരിച്ചുകൊണ്ട് പുറത്തിറങ്ങേണ്ടവളാണ് ഒരു മുസ്ലിം സ്ത്രീ എന്ന് പറയുന്നത്. അതിൽ ഒരു ഇളവുള്ള ഒരു വിഭാഗമാണ് ആര്? യൗവന പ്രായമെല്ലാം നശിച്ച് പ്രായാധിക്യത്തിലെത്തിയ സ്ത്രീകൾ. ആർത്തവ വിരാമം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവരെ ഇനി ഒരാൾ വിവാഹത്തിന് അന്വേഷിക്കുകയൊന്നുമില്ല. വിവാഹം കഴിക്കാൻ അവർക്കും താല്പര്യമില്ല. ഒരു ഭർത്താവ് ഉണ്ടാകണം എന്നൊരു മോഹവും അവർക്കില്ല. ആ നിലക്കുള്ള ആവശ്യങ്ങളിൽ നിന്നെല്ലാം ഇരുക്കിലായിട്ടുള്ള സ്ത്രീകൾ എന്നർത്ഥം. അങ്ങനെയുള്ള സ്ത്രീകൾ അവർക്ക് അന്യപുരുഷന്മാരിൽ നിന്ന് ശരീരം മറക്കേണ്ട വിഷയത്തിൽ സാധാരണ സ്ത്രീകളുടെ അത്ര തന്നെ കണിശത അവർക്ക് ആവശ്യമില്ല എന്നാണ് ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്താണ് അവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്? ആ വിധത്തിലുള്ള സ്ത്രീകൾ ഫലൈസ അലൈഹിന്ന, അവരുടെ മേലില്ല ജുനാഹ്, തെറ്റില്ല, കുറ്റമില്ല. അയ്യളഅന, അവർ എടുത്തു വെക്കുന്നത് സിയാബഹുന്ന, അവരുടെ വസ്ത്രങ്ങൾ. അതിന്റെ അർത്ഥം അവർ ഈ വസ്ത്രരാകാമെന്ന് ബുദ്ധിയുള്ളവരാരും മനസ്സിലാക്കുകയില്ല. ഇങ്ങനെയുള്ള പ്രായത്തിൽ നിന്ന് കിളവികളായ സ്ത്രീകൾ അവർക്ക് വസ്ത്രം എടുത്തു വെക്കാന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം മുഴുവൻ അഴിച്ചിടാമെന്നുള്ളതല്ല, വിവസ്ത്രരാകാമെന്നുള്ളതല്ല, നഗ്നരാകാമെന്നുള്ളതല്ല. മറിച്ച് മറ്റുള്ള സ്ത്രീകൾ മറ്റു പുരുഷന്മാരുടെ മുമ്പിൽ വെളിവാകുമ്പോൾ അവർ ധരിക്കൽ നിർബന്ധമായിട്ടുള്ള അവരുടെ ജിൽബാബുകൾ, അബായകൾ, പർദ്ദകൾ, അതുപോലെ തന്നെ ആ നിലക്കുള്ള മേൽവസ്ത്രങ്ങൾ അവർക്ക് ഊരിവെക്കുന്നതിന് കുറ്റമില്ല. അങ്ങനെ ഊരിവെക്കുന്നതിന് കുറ്റമില്ല എന്ന് പറയുമ്പോൾ ശ്രോതാക്കൾ തെറ്റിദ്ധരിക്കരുത്. എന്ത്? അങ്ങനെ ഒരു പ്രായം ചെന്ന സ്ത്രീക്ക് അങ്ങനെ ഊരിവെക്കുമ്പോ അവൾക്ക് അവരുടേതായ സീനത്തുകൾ ജനങ്ങളെ കാണിക്കണം എന്ന മോഹത്തോടെയാണ് ഊരിവെക്കുന്നതെങ്കിൽ അത് ഹറാമാണ്. അതാണ് ഇവിടെ അല്ലാഹു പറയുന്നത്. അതിലൂടെ അവർ സീനത്തിന് വെളിവാക്കുന്നുണ്ടെങ്കിൽ അവർക്കും മറക്കൽ നിർബന്ധം തന്നെയാണ്, ഊരിവെക്കാൻ അനുവാദമില്ല. ആ കണ്ടീഷനോടുകൂടിയാണ് അല്ലാഹു ഈ ഇളവ് അവർക്ക് നൽകിയിട്ടുള്ളത്. അതാണ് അല്ലാഹു പറയുന്നത്, അയ്യബഅന സിയാബഹുന്ന, അവരുടെ വസ്ത്രങ്ങൾ അവർ എടുത്തു വെക്കുന്നതിന് അവർക്ക് കുറ്റമില്ല. എപ്രകാരം? ഗൈറ മുതബർരിജാതിൻ ബിസീന, ഗൈറ മുതബർരിജാതിൻ ബിസീന, അവരുടെ അലങ്കാരങ്ങൾ പ്രദർശിപ്പിക്കുന്നവരല്ലാത്ത നിലയിൽ. ഇവിടെ അലങ്കാരങ്ങൾ എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അവർ കണ്ണിലെഴുതുന്ന സുറുമ, അതേപോലെ തന്നെ കൈകളിൽ അണിയുന്ന മൈലാഞ്ചി ചായങ്ങൾ, അതുപോലെ കവിളത്വം, അങ്ങനെ അവർ അവരുടേതായ ശരീരത്തിൽ അണിയുന്ന മറ്റു ചായങ്ങളും വർണ്ണങ്ങളും, ആ വിധത്തിലൊക്കെ ഇന്നിപ്പോ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആധുനിക കാലഘട്ടത്തിലും പണ്ടും ബ്യൂട്ടി പാർലറുകളിലോ അതുപോലെ തന്നെ മറ്റുള്ള ഇടങ്ങളിലൂടെയൊക്കെ 70-കാരിയായ ഒരു പടുകിഴവിയായ സ്ത്രീയെയും 20-കാരിയെ പോലെ തോന്നിപ്പിക്കുന്ന നിലയ്ക്ക് ബ്യൂട്ടീഷ്യന്മാർക്ക് അണിയിച്ചൊരുക്കുവാൻ സാധ്യമാകുന്ന സൗന്ദര്യ സംവർദ്ധക വസ്തുക്കൾ സുലഭമാണെന്ന് ലോകത്ത് പണ്ടുമുണ്ട്, ഇപ്പോഴുമുണ്ട്. ആധുനിക കാലഘട്ടത്തിനോട് യോജിക്കുന്ന നിലയ്ക്ക് ഇന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, അത് മുമ്പുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിധത്തിലൊക്കെയുള്ള അലങ്കാരങ്ങളൊക്കെ അണിഞ്ഞ ഒരു കിഴവിയാണ്. അവർ അവരുടെ മേൽവസ്ത്രങ്ങളൊക്കെ ഊരി വെച്ചാൽ അവരെ ഈ വിധത്തിലുള്ള അലങ്കാരങ്ങളൊക്കെ കാണുവാൻ ഇടവരും എന്ന് വന്നാൽ അവർക്കും ഈ ഇളവ് ഇല്ലാതായി തീരും. അതുകൊണ്ടാണ് അല്ലാഹു ഇവിടെ കണ്ടീഷൻ പറഞ്ഞത്, അവർക്ക് അവരുടെ വസ്ത്രങ്ങൾ, മേൽവസ്ത്രങ്ങൾ എടുത്തു വെക്കുന്നതിന്, ഊരി വെക്കുന്നതിന്, മാറ്റിവെക്കുന്നതിന് കുറ്റമൊന്നുമില്ല. ഇപ്രകാരം അലങ്കാരങ്ങൾ ഒന്നും പ്രദർശിപ്പിക്കുന്നവരല്ലാത്ത നിലയിൽ എടുത്തു വെക്കുന്നതിന് വിരോധമില്ല. എന്നാൽ തുടർന്നുകൊണ്ട് പിന്നെയും പറയും
വീണ്ടും പറയാണ്, എന്നാൽ അത്തരത്തിൽപ്പെട്ട പ്രായമായ സ്ത്രീകൾ പോലും അവരും വിശുദ്ധി പാലിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ആധിപത്യം പാലിച്ചു, വിശുദ്ധി പാലിച്ചു, മാന്യത പുലർത്തി എന്നൊക്കെയാണ്. അവർ അവരുടേതായ വിശുദ്ധി അവർ പാലിക്കുകയാണെങ്കിൽ, ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അവിടെ വ്യാഖ്യാനം കൊടുക്കുന്നത് എന്താണ്? അവരുടെ മേൽവസ്ത്രങ്ങൾ എടുത്തു വെക്കുക എന്നുള്ളത്, അവർ ഉപേക്ഷിക്കുക എന്നത് അവർക്ക് ആ മേൽവസ്ത്രം ഊരിവെക്കൽ, അവരുടെ മേൽവസ്ത്രം ഊരിവെക്കൽ അവർക്ക് അനുവദനീയമാണ് എന്ന് അല്ലാഹു പറഞ്ഞു. എന്നിട്ടും അവർ ഊരിവെക്കാതെ അവരുടെ മേൽവസ്ത്രങ്ങൾ അവർ അണിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ പോലെ തന്നെയാണ് അവർ പുറത്തിറങ്ങുന്നതെങ്കിൽ, അവർ വസ്ത്രം ധരിക്കുന്നതെങ്കിൽ, അത് അതാണ് അവർക്ക് ഏറ്റവും ശ്രേഷ്ഠകരമായത്, ഏറ്റവും ഉത്തമമായത് അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഈ വിധത്തിലുള്ള സ്ത്രീകൾ ഇമാം സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീർ രേഖപ്പെടുത്തുന്നതായി കാണാം. സ്ത്രീകളിൽ നിന്ന് ഇരുപ്പിലായ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർ ഇരുപ്പിലായിട്ടുണ്ട്, അവർക്ക് അങ്ങനെ ഒരു ലൈംഗികമായ ആസ്വാദനത്തിന്റെയോ ലൈംഗിക താല്പര്യത്തിന്റെയോ യാതൊരു ചിന്തയും ഇപ്പോൾ അവരിൽ നിലവിലില്ല. അങ്ങനെയുള്ള സ്ത്രീകൾ അതായത് അവർക്കിനി ഒരു പുതിയാപ്ലയെ വേണം, ഭർത്താവിനെ വേണം എന്ന മോഹം ഇല്ല. അവരെ കണ്ടാലും ഒരാൾക്ക് അവരെ വിവാഹം കഴിക്കണം എന്ന് മോഹം തോന്നുകയില്ല. ആ വിധത്തിൽ അവർക്കും മോഹമില്ല, അവരെ കാണുന്നവർക്കും ഒരു മോഹം തോന്നുകയില്ല. ആ പ്രായത്തിലെത്തിയിട്ടുള്ള സ്ത്രീകൾ അവർ പടുകിഴവിയായിട്ടുണ്ട്, സൃഷ്ടിപ്പിൽ തന്നെ വിരൂപിയാണ്, അങ്ങനെയും ഉണ്ടാകും, വളരെ വിരൂപിയാണ്. അവർക്കും ഒരു വിവാഹത്തില്ല, അതുപോലെ തന്നെ അവരെ കണ്ടാലും ആർക്കും ഒന്നും തോന്നില്ല. ആ നിലക്കുള്ള വിരൂപകളായ സ്ത്രീകളുമാണ്. അവർക്കൊരു വിവാഹത്തിന് ഭർത്താവിന് ആശയില്ല, അവരെ കാണുന്നവർക്കും അങ്ങനെ ഒരാശയില്ല. ആ വിധത്തിൽ പ്രായമായിട്ടുള്ള അതല്ലെങ്കിൽ വിരൂപകളായ സ്ത്രീകൾക്കുള്ള പ്രത്യേകമായ ഒരു ഇളവാണ് എന്ന്. മറ്റുള്ള സ്ത്രീകളെ അപേക്ഷിച്ച് ഇവർക്ക് അവരുടെ ശരീരത്തിൽ അവർ ഉപയോഗിച്ചിട്ടുള്ള അലങ്കാരങ്ങളൊന്നും പ്രദർശിപ്പിക്കാത്ത നിലയിലാണെങ്കിൽ അവർക്ക് അവരുടെ മേൽവസ്ത്രങ്ങൾ ഊരിവെച്ചുകൊണ്ട് തൽക്കാലം അവരുടെ ശരീരത്തിന് ആവശ്യമായ നിലക്കുള്ള വസ്ത്രങ്ങളിലൂടെ മാത്രം അവർക്ക് വെളിവാകാവുന്നതാണ്. ഇത് അവർക്കുള്ള ഇളവാണ് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അത്തരക്കാരികൾ പോലും അവരും ഇതൊന്നും അത്ര ശ്രദ്ധിക്കാതെ ഞങ്ങൾ ഏതായാലും ഇങ്ങനെ തന്നെയാണ് ഈ മരണം വരെ മുന്നോട്ട് പോകുന്നത് എന്ന് കരുതി എത്ര പ്രായമായി കഴിഞ്ഞാലും അവർ ആ പഴയ നിലപാടിൽ തന്നെ അവരുടെ മേൽവസ്ത്രവും ജിൽബാബും പർദ്ദയും ഒക്കെ വളരെ സൂക്ഷ്മതയോടെ അവർ യൗവന കാലത്ത് എങ്ങനെ അണിഞ്ഞിരുന്നുവോ അതേപോലെ തന്നെ അവർ നിലനിർത്തുന്നുവെങ്കിൽ അതാണ് അവർ വിശുദ്ധി പാലിക്കുന്നുവെങ്കിൽ, അവർ ആ നിലക്കുള്ള സംരക്ഷണത്തിന് ശ്രമിക്കുന്ന പക്ഷം അത് തന്നെയാണ് അവർക്ക് ഏറ്റവും ഉത്തമവും നല്ലതും എന്ന് അല്ലാഹു പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തു. അല്ലാഹു സമീഉൻ അലീം, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അവസാനിപ്പിച്ചിട്ടുള്ളത്.